ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. നിങ്ങളുടെ ഈ മൗനം ഉണ്ടല്ലോ, സകല തോന്നുന്ന ദിവസം ചെയ്ത് കൂട്ടി വെച്ചിട്ട് തലയും മുൻകൂട്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ള എനിക്കറിയാം. കാരണം നിങ്ങളോട് എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇതേ ചെയ്യാറുള്ളൂ. മിണ്ടാതിരിക്കുക, മുഖം വെറുപ്പിച്ച് മിണ്ടാതിരിക്കുക. ഇത് മുഴുവൻ അംഗീകരിച്ചതാണല്ലോ, അത് മതി. കാരണം ഇല്ലാത്തതൊന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാം ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഇത്ര കിട്ടിയാൽ മതി. ഇനി നാളെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഇനി സത്യം ഒരാളോട് ഞങ്ങളെ കുറിച്ച് കള്ളത്തരം പറയാ. ഇനി ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ആത്മഹത്യ ചെയ്താൽ വരെ അതിന് കാരണക്കാരി സത്യാന്നുള്ള തെളിവുകൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്ര മതി. സതി എന്ന് പറഞ്ഞ ഒരാളുടെ വ്യക്തിയുടെ ചെയ്തുകൊണ്ടാണ് സ്വന്തം മക്കളുടെ ജീവിതം ഇല്ലാതെ ആവുന്നതിനുള്ളതിന്റെ തെളിവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അത്ര മതി. വീഡിയോ തെളിവ് എനിക്ക് അത്ര മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം കാത്തുന്നത്. അതുകൊണ്ട് എനിക്കിനി പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ വീഡിയോയിലാണെങ്കിലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അല്ലാതെ ഇനി ഒരു തെളിവ് ഒരാളുടെ മുന്നിലും ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാണ്, ഈ വീഡിയോയിലായിട്ടും തന്നെ പറയാണ്, ഞാനും ഉണ്ണിക്കുട്ടനും അടങ്ങുന്ന ഞങ്ങൾ മക്കളുടെ ജീവിതം ഇല്ലാതെയാക്കിയത് ഞങ്ങളെ സ്വന്തം അമ്മയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ സമൂഹം ഇങ്ങനെയൊരു തള്ളകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഞങ്ങൾക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല. ഏത് ലെവലിൽ ഞങ്ങൾ ഇതിനെതിരെ, സ്വന്തം അമ്മയ്ക്കെതിരെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. കാരണം സമൂഹം വിശ്വസിക്കൂല. പക്ഷെ ഇനി സമൂഹത്തിന് ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഇതല്ലാതെ ഇതിന്റെ മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഈ ലോകം മുഴുവൻ ഇത് കാണുകയും ചെയ്യണം. ഇതല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഒരമ്മയ്ക്കെതിരെ മക്കൾ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം വിശ്വസിക്കൂല. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എല്ലാവരുടെ അമ്മമാരാണ്. എനിക്കുള്ള അമ്മ എന്റെ അമ്മയായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇക്കാലത്തിലും. പക്ഷെ ഞാൻ എന്റെ ഒരു അമ്മേനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ലോകത്തുള്ള നിങ്ങളെല്ലാവരും നിങ്ങളെ സ്വന്തം അമ്മമാരെ കുറിച്ച് ആലോചിച്ചിട്ട് ഈ കാര്യത്തിന് മനസ്സിലാക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം വെച്ചാൽ ഇത് വീഡിയോ റെക്കോർഡ് ആയതുകൊണ്ട്. ഞാൻ ഇല്ലാത്തതല്ല പറയുന്നത്. ഇനിയിപ്പോ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ആത്മഹത്യ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ എന്റെ അനിയൻ ഉണ്ണിക്കുട്ടന് ഒരു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പോലും ഇതിന് മുഴുവൻ കാരണക്കാരി എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ്. സ്വന്തം അമ്മയുടെ തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കി. ഞങ്ങളുടെ ഇട്ടെറിഞ്ഞു പോകണമെങ്കിൽ എന്നോ പോയിരുന്നു. ഞങ്ങൾ എന്നോ പറഞ്ഞതാണ് പോവാണെ പോയിക്കോന്ന്. പക്ഷെ ഇക്കാലം അത്രയും പോവുകയും ചെയ്തില്ല. ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് ഈ സതി എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചത്. അതുകൊണ്ട് ഇനി ഇതിനേക്കാൾ കൂടുതലൊന്നും ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാനില്ല. കാരണം ഇത് തെളിയിക്കണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യത്തിന് മനസ്സിലാക്കണം. സതി എന്ന് പറഞ്ഞ വ്യക്തി എന്താന്നുള്ള ഈ ലോകം മനസ്സിലാക്കണം. ഇതല്ലാതെ വേറൊരു മാർഗമില്ല. അതുകൊണ്ടാണ് ഞാൻ ഏതായാലും ഈ വീഡിയോ ഇവിടെ നിൽക്കുകയാണ്. ഇനി ഈ ഒരു വീഡിയോ ചിലപ്പോൾ എന്റെ മരണശേഷമായിരിക്കും നിങ്ങൾ കാണുക. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനും എന്റെ അനിയനും നിൽക്കുന്നത്. മരണശേഷം മാത്രമേ കാണുള്ളൂ ചിലപ്പോൾ. അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണും. കാരണം ഇത് ലോകം മനസ്സിലാക്കണം. ഈ പറയുന്ന ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഭാസ്കരൻ വൈദ്യർ കാരന്തൂര് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഒരേ ഒരു വ്യക്തിയാണ്. അതിനുശേഷം സേതുമാധവൻ നായർ എന്ന് പറഞ്ഞിട്ട്, സേതുമാധവൻ MT, ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ അറിയാം. അവന്റെ മോനുണ്ട്, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി. അവനെ ഞാൻ മനഃപൂർവ്വം ഞാൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആക്കിയതാണ്. ഇവൻ കോഴിക്കോടുള്ളതാണ്, കോൺഗ്രസ് പാർട്ടിന്റെ നേതാവാണ്. ഞാൻ ഈ വീഡിയോന്റെ കൂടെ അവന്റെ ഫോട്ടോയും കൂടി ഞാൻ കാണിച്ചു തരാം, സേതുമാധവന്റെ. അങ്ങനെ ഒരുത്തനും ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുത്തനും ഇവിടെ നന്നാവേണ്ട ആവശ്യമില്ല. പിന്നെ രവി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. ഓൻ ഈ പൂജ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരുത്തനാണ്. ഓന്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഇടും. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങളുടെ ജീവിതം കുടുംബം നശിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരുത്തന്മാരും ഇവിടെ ജീവിക്കണ്ട. എല്ലാവരും ഈ സമൂഹം മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്കായിട്ട് ഇവന്മാരെ കൊല്ലാനോ പിടിക്കാനോ ചെയ്യാനോ ആയിട്ട് ഞങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ ആവുകയാണെങ്കിൽ ഇവന്മാരെ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സമൂഹം മനസ്സിലാക്കണം. ഓരോ നായിന്റെ മക്കളും ഓന്റെ കുത്തിക്കഴപ്പിന് വേണ്ടിയിട്ട് ഇല്ലാതെയാക്കുന്ന ഇതേപോലെ ഞങ്ങളെ പോലെയുള്ള മക്കളെയും അതേപോലെ തള്ളമാരുണ്ട്. ഈ തള്ളമാരും ജീവിതമാണ് ഓരോ നായ്ക്കളുടെയും കുത്തിക്കഴപ്പിന് വേണ്ടി ഇല്ലാതെയാക്കുന്നത്. അത് ഈ ലോകം കാണണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.